നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം LDFനെതിരെ CPM-ഉം BJP-യും തമ്മിൽ പരസ്പര ധാരണയുണ്ട് എന്നാണ്. കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാം ഉപയോഗിച്ച ആയുധം തന്നെയാണ് ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉപയോഗിക്കുന്നത് UDF. 10 വർഷം ഭരിച്ച LDF സർക്കാരിനെതിരെ മറ്റൊന്നും പറയാനില്ല. വികസനം ചർച്ച ചെയ്യാൻ കഴിയില്ല. ഒരു അഴിമതി ആരോപണം പോലും കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഒരു സർക്കാരിനെതിരെ ഉന്നയിക്കാൻ കഴിയുന്നില്ല UDF-ന്. അതുകൊണ്ടാണ് ഒന്നുമില്ലെങ്കിൽ ഇതെങ്കിലും പിടിക്കാം എന്ന് കരുതി CPM-ഉം BJP-യും തമ്മിൽ ധാരണയുണ്ട് എന്ന് പറയുന്നത്. കേരളത്തിലെ നേതാക്കൾ മാത്രമല്ല, അഖിലേന്ത്യാ നേതാക്കൾ, AICC-യുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരെല്ലാവരും കേരളത്തിൽ വന്നാൽ പറയുന്ന ഒരേ ഒരു കാര്യം CPM-ഉം BJP-യും തമ്മിൽ ധാരണയുണ്ട് എന്നാണ്. ആ ആരോപണത്തെ പൊളിച്ചടുക്കുകയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. മുഖ്യമന്ത്രി ഉന്നം വെച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെയാണ്. പ്രതിപക്ഷ നേതാവാണ് ഇക്കാര്യം ഏറ്റവും അധികം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പഴയകാല ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. അതിങ്ങനെയാണ്: 2006-ൽ പറവൂരിൽ RSS നടത്തിയ ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിൽ ഉദ്ഘാടകനായി പങ്കെടുക്കുകയും ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ താണു വണങ്ങി വിളക്ക് കൊളുത്തുകയും ചെയ്തത് ഏത് ഡീൽ ആയിരുന്നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കണം. ഈ പരിപാടിയെപ്പറ്റി ചോദിക്കുമ്പോൾ 2013-ലെ മറ്റൊരു പരിപാടിയെപ്പറ്റി പറഞ്ഞുകൊണ്ട് സ്ഥിരമായി രക്ഷപ്പെടുകയാണ് അദ്ദേഹം. 2006-ലെ ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത വിഷയത്തിൽ VD സതീശൻ്റെ മറുപടി എന്താണെന്നറിയാൻ മതനിരപേക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. RSSന്റെ രണ്ടാം സർസംഘചാലകും ആ പദവിയിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്നയാളുമായ ഗോൾവാൾക്കറെ പൂവിട്ട് പൂജിക്കാൻ VD സതീശൻ കണ്ടെത്തിയ സമയവും പ്രധാനമാണ്. 2006 ഫെബ്രുവരിയിലായിരുന്നു പറവൂർ മനക്കപ്പടി സ്കൂളിൽ പ്രസ്തുത പരിപാടി നടന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്. 2001-ലെയും 2006-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ RSS പിന്തുണ അഭ്യർത്ഥിച്ചുവെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ വെളിപ്പെടുത്തിയത് 2022-ലാണ്. ഈ വിഷയത്തിലും പ്രതിപക്ഷ നേതാവ് ഇതുവരെയും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. RSS പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമമായിരുന്നു അന്നത്തെ ഗോൾവാൾക്കർ പൂജയെന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല. 2006-ൽ പറവൂരിലെ ഡീൽ എന്തായിരുന്നുവെന്ന് ഇനിയെങ്കിലും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. വളരെ സജീവമായി തന്നെ കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഡീൽ ചർച്ചയ്ക്കെടുക്കാൻ തന്നെയാണ് CPM തീരുമാനിച്ചത് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ നേരിട്ട് ഇത് സംബന്ധിച്ച് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റോടൊപ്പം VD സതീശൻ പങ്കെടുക്കുന്ന പരിപാടിയുടെ ഫോട്ടോ കൂടി കൊടുത്തിട്ടുണ്ട്. ആധികാരികമായിട്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മറുപടി പറയണം VD സതീശൻ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ BJP-യും CPM-ഉം തമ്മിൽ ധാരണയുണ്ട് എന്ന് പറയുന്ന കോൺഗ്രസ് പണ്ട് കള്ളൻ കള്ളൻ എന്ന് വിളിച്ചോടിയ മോഷ്ടാവിനെ അനുസ്മരിപ്പിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ KC വേണുഗോപാൽ വേദിയിലിരിക്കുന്നു. അപ്പോഴാണ് G സുധാകരൻ പറയുന്നത് 5000 വോട്ട് BJP-യിൽ നിന്ന് ലഭിക്കും എന്ന് വെച്ചാൽ 5000 വോട്ട് BJP-യിൽ നിന്ന് ലഭിക്കാൻ ആവശ്യമായ ചർച്ചകൾ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് G സുധാകരൻ. അദ്ദേഹത്തിന് അങ്ങനൊരു പ്രശ്നമുണ്ട്, വെട്ടിത്തുറന്ന് പറഞ്ഞു കളിയും. മനസ്സിൽ പറയരുത് എന്ന് വിചാരിച്ചാലും പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. അതാണ് G സുധാകരൻ. അതുകൊണ്ട് തന്നെ G സുധാകരൻ അത് വേദിയിൽ പരസ്യമായി പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദത്തോടെ കയ്യടിക്കുന്ന ചിത്രവും നാം കണ്ടതാണ്. ആ സമയത്ത് KC വേണുഗോപാൽ വേദിയിലുണ്ട്. അദ്ദേഹം ചായ കുടിച്ചിരിക്കുകയാണ്. ഈ പ്രസംഗം ആസ്വദിച്ചുകൊണ്ട് എന്നുകൂടി ഓർക്കണം. എന്ന് വെച്ചാൽ KC വേണുഗോപാലിൻ്റെ അറിവോടുകൂടിയാണ് അമ്പലപ്പുഴയിൽ 5000 BJP വോട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്നർത്ഥം. അത് ഓരോ മണ്ഡലത്തിലും നോക്കിയാൽ മനസ്സിലാകും. തിരുവനന്തപുരത്ത് വന്നാൽ വട്ടിയൂർക്കാവിൽ നമുക്കത് കാണാം. നേമത്ത് ഒരു പരിധിവരെ നമുക്കത് കാണാം. അങ്ങനെ പാലക്കാട് എന്തിന് പിഷാരടിയെ മത്സരിപ്പിച്ചു എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം നൽകിയിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിനെ മത്സരിപ്പിക്കേണ്ട പാലക്കാട് എന്തിന് സിനിമാ താരത്തെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല കോൺഗ്രസ് നേതാക്കൾ.
കാരണം കോൺഗ്രസ് നേതാക്കളോട് ഒരു മാധ്യമപ്രവർത്തകരും ഇത് ചോദിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് അവർ വളരെ സുരക്ഷിതമായ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഈ പറയുന്നതൊക്കെ. ഒരു മാധ്യമപ്രവർത്തകനും തിരിച്ച് ഒരു ചോദ്യവും അവരോട് ചോദിക്കില്ല. അത് അറിവില്ലായ്മയാണോ അതല്ല അവർ തമ്മിലുള്ള പരസ്പര ഡീലാണോ എന്നതാണ് മറ്റൊരു വിഷയം. എന്തായാലും കേരളത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ ഡീലുണ്ട് എന്നതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. കോലി ബി സഖ്യം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയുള്ള കോൺഗ്രസ്സാണ് CPMഉം BJPയും തമ്മിൽ ഡീലുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ കോൺഗ്രസ് BJP ബന്ധം അത് ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരുവാൻ CPIM തീരുമാനിച്ചത് എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ തന്നെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ Facebook പോസ്റ്റിലൂടെ ഇക്കാര്യം വിളിച്ചു പറയുന്നത്.